കുറച്ച് സ്വാദിഷ്ടമായ ബ്രോക്കോളി കഴിക്കൂ. ഒരു ചിപ്സ് കഷ്ണം കഴിക്കൂ. കപ്പലിൽ നിന്നുള്ള ഒരു ചെമ്മീനായാലോ? ഛേ, എനിക്കിത് ഇഷ്ടമല്ല. പുതിയൊരു പാചക പരീക്ഷണത്തിന് സമയമായി. നിൽക്കൂ, നിനക്കിത് ആവശ്യമായി വരും. നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം ഒരു കേക്ക് ആണ്. വരൂ, ഞാൻ കാത്തിരിക്കുകയാണ്. കൊള്ളാം ചേച്ചി. ശരി മോളെ. ഷെഫിന് എല്ലാം വ്യക്തമാണ്. കൊതിപ്പിക്കുന്ന ക്രീം ചീസ്. എന്റെ പുതിയ പാചക വിസ്മയത്തിന് ഇത് തികച്ചും അനുയോജ്യമാണ്. ഞാൻ എല്ലാ ലെയറുകളിലും എളുപ്പത്തിൽ ക്രീം തേച്ചു പിടിപ്പിക്കും. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് അതിന് വളരെ വ്യത്യസ്തമായ ഒരു രൂപം നൽകും. ഇതൊരു റെയിൻബോ കേക്ക് ആയിരിക്കും. അത് ഞാൻ സ്വാദിഷ്ടമായ സ്കിറ്റിൽസ് ക്രീം കൊണ്ട് അലങ്കരിക്കും. അതിനായി കാത്തിരിക്കൂ. ഇതാ എന്റെ പ്രത്യേക പെട്ടി. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. എന്റെ മിഠായി പോലെ. അങ്ങനെ ചെയ്യാം. ഇതൊരു യഥാർത്ഥ കലാസൃഷ്ടിയാണ്. ഞാൻ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്ന ഒരു കലാകാരനെ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഈ മനോഹരമായ മഴവില്ലിന് ക്രീമിന്റെ മേഘങ്ങളാണ് കുറവ്. പിന്നെ ഒരു ജോഡി സന്തോഷമുള്ള കണ്ണുകളും. ഇതാ കഴിഞ്ഞു. ഷെഫ് രംഗത്തിറങ്ങി കഴിഞ്ഞു. അവിശ്വസനീയം. എനിക്കറിയാം. ഞാൻ സ്വന്തമായി ഒരു ഹൃദയാകൃതിയിലുള്ള കേക്ക് ഉണ്ടാക്കി കിറ്റ് കാറ്റുകൊണ്ട് അലങ്കരിക്കും. കാരണം കുഞ്ഞിന് അത് വളരെ ഇഷ്ടമാണ്. നമുക്കിത് ചുറ്റും വെച്ചു കൊടുക്കാം. പക്ഷെ അത് മാത്രം പോരാ. എന്റെ മധുരപ്രിയയ്ക്ക് കൂടുതൽ മിഠായികൾ വേണം. മാൾട്ടിസേഴ്സും സ്കിറ്റിൽസും. അമ്മൂമ്മേ, നിങ്ങൾ നന്നായി ചെയ്യുന്നു. ഇതാ എന്റെ മാസ്റ്റർ പീസ്. ഇത് കാണാൻ അത്ര ഭംഗിയില്ലല്ലോ. വിഷമിക്കേണ്ട, ഞാൻ ഇതുവരെ തീർത്തിട്ടില്ല. ഒരു മികച്ച അലങ്കാരത്തിനായി എനിക്ക് ഫിലിമും പരമാവധി മധുര പലഹാരങ്ങളും വേണം. ആദ്യമായി എന്റെ സൂപ്പർ ബർണർ ഉപയോഗിച്ച് ഞാൻ ചോക്ലേറ്റ് ഉരുക്കും. യൂഹൂ! ഇനി ഞാൻ നീല സ്പ്രിങ്കിളുകൾ ചേർക്കും. അവ എന്റെ കേക്കിൽ കാണാൻ വളരെ ഭംഗിയുണ്ടാകും. എല്ലാവരും തയ്യാറാണോ? ഭാവിയിലെ വിജയിയെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ എന്നെ അനുവദിക്കൂ. വിജയമല്ല പ്രധാനം. എനിക്ക് ആദ്യം ഷെഫിന്റെ കേക്ക് കഴിച്ചു നോക്കണം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അമ്മൂമ്മയുടെ കേക്കും ഇത്രയും രുചിയുള്ളതാണോ എന്ന് എനിക്ക് അറിയണം. നമുക്കിത് കഴിച്ചു നോക്കാം. എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. നന്ദി അമ്മൂമ്മേ, ഇത് കൊള്ളാം. ഓ, ഈ കേക്കിന് എന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു. എനിക്ക് ഇതിന്റെ രുചി ഇഷ്ടപ്പെടുന്നില്ല. വിജയി അമ്മൂമ്മയാണ്. ലേഡീസ്, നമുക്കൊരു ചലഞ്ച് ഉണ്ട്. ദയവായി എനിക്ക് കുറച്ച് പാസ്ത ഉണ്ടാക്കി തരൂ. ശരി, ഇതൊരു കൊള്ളാവുന്ന ദൗത്യമാണ്. മനസ്സിലായി. എനിക്ക് കിട്ടി. നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കുകയേ വേണ്ടൂ. അത്രമാത്രം. ഞാനിപ്പോൾ കുറച്ച് ടിക്ടോക്കുകൾ കാണാം. ഞാനും പാസ്ത വേവിക്കും. ഒപ്പം എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനായി സോസേജുകളും. അത് വളരെ നന്നായിട്ടുണ്ട് അമ്മൂമ്മേ. ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കട്ടെ. ഒപ്പം ഒരു സോസേജ് രുചിച്ചു നോക്കുകയും ചെയ്യാം. തിളച്ച വെള്ളത്തിൽ സോസേജുകൾ വേവിക്കാൻ സമയമായി. ഓ, മറ്റൊരെണ്ണം എവിടെ പോയി? അത്രയേ ഉള്ളൂ. ഒരു ചലഞ്ച് ജയിക്കാൻ അപ്രതീക്ഷിതമായ ഒരു തീരുമാനത്തിലൂടെ നിങ്ങൾ കുഞ്ഞിനെ അത്ഭുതപ്പെടുത്തണം. സാധാരണ നൂഡിൽസ് ഇവിടെ നടക്കില്ല. അതിനാൽ മുട്ടയും പാലും മാവും ഉപയോഗിച്ച് ഞാൻ സ്വന്തമായി ഉണ്ടാക്കും. മാവിൽ കളർ ചേർക്കാൻ ഞാൻ മറക്കില്ല. പിങ്ക് ആണ് അവളുടെ പ്രിയപ്പെട്ട നിറം. ഇനി മാവ് ഒരു പ്രത്യേക കുപ്പിയിലേക്ക് ഒഴിക്കുക. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ട്.
മികച്ചത്. നമുക്ക് ജോലി തുടങ്ങാം. ഓ എന്റെ ദൈവമേ, ഷെഫിന്റെ നൂഡിൽസ് നോക്കൂ. വൗ! അതെ, എന്റെ പുതിയ നൂഡിൽസ് തയ്യാറാണ്. നല്ല മണവുമുണ്ട്. മധുരമുള്ള സിറപ്പ് മാത്രമാണ് കുറവ്. മാർമലേഡ് ബേർഡ്സ്, പിന്നെ മറ്റ് മധുര പലഹാരങ്ങളും. പൂർണ്ണത. ഓ, നീ ഒരു വിചിത്രൻ തന്നെ. എന്റെ സ്പാഗറ്റി തയ്യാറാണ്. ആ സോസേജുകൾ നോക്കൂ, അവ ഒക്ടോപസുകളെ പോലെയുണ്ട്. ഓ ഓ തീ പിടിച്ചു. അയ്യോ ഇല്ല. നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എവിടെയാണ്? ഓ, ഒരുപാട് പത വരുന്നുണ്ടല്ലോ. അയ്യോ ഇല്ല, എന്റെ നൂഡിൽസ് മുഴുവൻ കരിഞ്ഞുപോയി. നിൽക്കൂ, ഒരു സൂത്രപ്പണിയുണ്ട്. നമുക്ക് ഒരു കെറ്റിലിൽ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്യാം. ഞാൻ തീർച്ചയായും ഒരു ജീനിയസ് ആണ്. രസകരമായിരിക്കുന്നു. ഓ, ഇതെന്താണ്? ഈ നൂഡിൽസിന് ഒട്ടും രുചിയില്ല. ഓ ഓ, എന്തൊരു ഭംഗി. എന്റെ വായിൽ വെള്ളമൂറുന്നു. നമുക്കിത് കഴിച്ചു നോക്കാം. വൗ! നന്ദി ഷെഫ്. സ്വാഗതം. ഈ തമാശയുള്ള സോസേജുകൾ നോക്കൂ. എനിക്കിവ വളരെ ഇഷ്ടമാണ്. വളരെ രുചികരം. ഓ, ഇത് ശരിക്കും കൊള്ളാം. ഇതാണ് വിജയി. അതെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കെട്ടിപ്പിടുത്തം. നിങ്ങളുടെ പുതിയ ദൗത്യം ഒരു മിൽക്ക് ഷേക്ക് ആണ്. ഞാനിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ ശ്രമിക്കാം. ഓ, ഞാൻ ഇതിൽ മിടുക്കനാണ്. ആദ്യം നമ്മൾ ഐസ്ക്രീം എടുത്ത് ബ്ലെൻഡറിൽ പാലുമായി ചേർത്ത് അടിക്കണം. നമുക്ക് തുടങ്ങാം. പാൽ പാക്കറ്റ് തുറക്കുന്നു, അതിലേക്ക് ഒഴിക്കുന്നു, എന്നിട്ട് അടിക്കുന്നു. ഓ ഓ, എന്നോട് ക്ഷമിക്കൂ അമ്മൂമ്മേ. നീ മൂടി വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് എല്ലാം പുറത്തേക്ക് തെറിച്ചു. ഒരു ഐഡിയ. എന്റെ ബാഗിൽ എന്താണുള്ളതെന്ന് നോക്കാം. എന്ത്? ഒന്നുമില്ലേ? ആഹാ, ഇതാ എന്റെ പ്രത്യേക കോക്ടെയിൽ ഗാഡ്ജറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട മിഠായിയും കുറച്ച് മാഷ്മലോസും ഇതിലേക്ക് ഇട്ടാൽ മതി. ഇത് വളരെ രുചികരമായിരിക്കും. സോഡ മാത്രമാണ് കുറവ്. മോളെ, ക്ഷമിക്കണം, അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ എല്ലാം തയ്യാറാണ്. എന്റെ അനിയത്തിക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അമ്മൂമ്മേ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ കോക്ടെയിലിനായി എനിക്ക് റാസ്ബെറി പറിക്കണം. ഓ, എന്തൊരു സുഗന്ധം. ഈ പഴം എന്റെ വായിലേക്ക് വരാൻ കൊതിക്കുന്നു. നോക്കൂ, ഞാനാണ് ഷെഫ്. ശബാഷ് നിക്കോൾ. ഓ, കൊള്ളാം അമ്മൂമ്മേ. അത് കുഞ്ഞിനായി മാറ്റിവെക്കൂ. ശരി, ഈ ബ്ലെൻഡർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ പരീക്ഷിച്ച വഴി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആഹാ, എന്നിട്ട് അതിനെ ചതച്ചെടുക്കുന്നു. ഓ, അത്ഭുതകരം. ഇനി കുറച്ച് പുതിയ പാൽ ഒഴിക്കാം. എന്നിട്ട് ഒരു റാസ്ബെറി കോക്ടെയിൽ ഉണ്ടാക്കാൻ അത് നന്നായി യോജിപ്പിക്കാം. ശരി ശരി ശരി, എന്തൊരു ഭംഗി. പിന്നെ ആ നിറവും, മുകളിൽ കുറച്ച് പുതിനയിലയും. ഇത് കാണാൻ വളരെ ലളിതമായിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും പുതിയതായി ചെയ്യണം. ഉദാഹരണത്തിന്, ആരാണ് ലൈറ്റ് ഓഫ് ചെയ്തത്? നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയാണോ? ഹാ, ഓ, എന്നോട് ക്ഷമിക്കൂ ഷെഫ്. അത് വളരെ രസകരമാണ്. ക്ഷമിക്കണം. മികച്ച കോക്ടെയിലിനുള്ള റെസിപ്പി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഐസ്ക്രീം, പാൽ, ഓറിയോസ്,
എന്നിട്ട് ഇതെല്ലാം കൂടി അടിച്ചെടുക്കുക. ക്രീമും മിഠായിയും ചേർത്ത് ഈ മനോഹരമായ ചോക്ലേറ്റ് മുട്ടയിലാണ് ഞാനിത് വിളമ്പുക. അങ്ങനെ ചെയ്യാം. കുറച്ച് അലങ്കാരങ്ങൾ ചെയ്യാനുള്ള സമയമായി. ഇതാ കഴിഞ്ഞു. അത് കൊള്ളാം. വൗ! ഈ കോക്ടെയിൽ കാണാൻ വളരെ വ്യത്യസ്തമായിരിക്കുന്നു. എനിക്ക് എവിടെയെങ്കിലും അമർത്തണമെന്ന് തോന്നുന്നു. വൗ! നമുക്ക് നോക്കാം. ഓ, ഇത് ശരിക്കും കൊള്ളാം. എല്ലാം നിനക്ക് വേണ്ടിയാണ് സുന്ദരിക്കുട്ടി. എനിക്ക് ഈ കോക്ടെയിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ പുതിനയിലയും ഉണ്ട്. വേണ്ട നന്ദി. എന്തൊരു കഷ്ടം. വൗ, വൗ, വൗ! എന്തൊരു അനുഭവം. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഓ നന്ദി. ഈ മുട്ടയും വളരെ രുചികരമാണ്. തീരുമാനമായി കഴിഞ്ഞു. ഷെഫാണ് വിജയി. ഓ അതെ. നന്ദി.